അൽഹംദുലില്ലാ. നമ്മൾ ഇന്ന് ആരോഗ്യവുമായി കണക്ട് ചെയ്യപ്പെട്ട ഒരു മെഡിറ്റേഷൻ ആണല്ലേ ചെയ്തിരിക്കുന്നത്. നമുക്കറിയാൻ വേണ്ടി പറ്റും ആരോഗ്യം എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് എന്നുള്ളത്. ഇപ്പൊ നമുക്ക് വേറെ എന്ത് സംഭവങ്ങൾ ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ ഒരുപാട് സമ്പത്തുണ്ട്, അല്ലെ? ഒരുപാട് മക്കളുണ്ട്, വലിയ വീടുണ്ട്, വലിയ കാറുണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആരോഗ്യം നമുക്ക് ഇല്ല എങ്കിൽ ഇതൊന്നും നമുക്ക് അനുഭവിക്കാൻ വേണ്ടി പറ്റില്ല. ശരിയല്ലേ? നമുക്ക് ആരോഗ്യം ആണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത്. പക്ഷേ ഞാനും നിങ്ങളും ധരിച്ചിരിക്കുന്നത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് പണമാണ് എന്നുള്ളതാണ്. പണം കൊടുത്ത് നമുക്ക് എന്തും നേടാം എന്ന് നാം വിചാരിക്കുന്നുണ്ടെങ്കിൽ ഈ ലോകത്ത് എത്രമാത്രം കോടീശ്വരന്മാർ കടന്നു പോയിട്ടുണ്ട്, അല്ലെ? നമുക്കറിയാൻ വേണ്ടി പറ്റും നമ്മുടെ ഇസ്ലാം ചരിത്രത്തില് ഹാറൂൻ, അതുപോലെ ഫിറോൻ, ഇവരൊക്കെ പണത്തിൽ അമ്മാനമാടി ജീവിച്ചവരാണല്ലേ. പണം കൊടുത്ത് എന്തും നേടാം എന്നുള്ള ആ ഒരു ചിന്ത കറക്റ്റ് ആയിരുന്നെങ്കിൽ അവരൊക്കെ എന്തും നേടുമായിരുന്നില്ലേ. അപ്പോൾ നമുക്ക് പക്ഷെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളുടെ കാഴ്ചപ്പാട് നോക്കുമ്പോൾ, പ്രത്യേകിച്ചിട്ടും ഇപ്പോ ഈ ഒരു സാഹചര്യത്തിൽ നടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണ്? പണം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പം ടെൻഷൻ അടിച്ച് മൂവ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം എന്താണ്? ഗോൾഡിന്റെ റേറ്റ് ദിനം പ്രതി വർദ്ധിക്കുക എന്നുള്ളത്, അല്ലെ? ആർക്കൊക്കെ ഉണ്ട് ഗോൾഡിന്റെ റേറ്റ് വർദ്ധിക്കുന്നതിൽ ടെൻഷൻ ഇവിടെ? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യോ? അറിയില്ല, എല്ലാവരും പോയോ? ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിലെങ്കിലും പറഞ്ഞാൽ മതി, ഹാൻഡ് റൈസ് ചെയ്യണമെന്നില്ല. ഗോൾഡിന്റെ റേറ്റ് ദിനം പ്രതി വർദ്ധിക്കുമ്പോൾ നമുക്ക് ടെൻഷൻ ഉണ്ടോ? വെരി ഗുഡ്, ടെൻഷൻ ഇല്ല. ആർക്കെങ്കിലും ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ ഉണ്ടെങ്കിൽ അവരൊന്ന് വാ. മാഷാ അല്ലാ, മാഷാ അല്ലാ, നിങ്ങളൊക്കെ നല്ല പൊളി മക്കളാണ് കേട്ടാ. അൽഹംദുലില്ലാ. നിങ്ങൾക്ക് ആർക്കും ടെൻഷൻ ഇല്ല, അല്ലെ? നമുക്ക് ആർക്കും ടെൻഷൻ ഇല്ലെങ്കിലും ചുറ്റുപാടുകളിൽ നിന്ന് ടെൻഷൻ അനുഭവിക്കുന്നവരെ നമ്മൾ കാണാറുണ്ടോ? യെസ്, കാണാറുണ്ട്, അല്ലെ? ഈ ചുറ്റുപാടുകളിൽ നിന്ന് ടെൻഷൻ അനുഭവിക്കുന്ന വ്യക്തികൾ എന്തുകൊണ്ടായിരിക്കാം അവർ ടെൻഷൻ അടിക്കുന്നുള്ളത്? ഞങ്ങൾക്ക് ഒന്നുകിൽ കല്യാണം കഴിക്കാൻ പ്രായമായ പെൺകുട്ടികളുണ്ടാവാം, ഇവരെ കെട്ടിച്ചു വിടണ്ടേ, ഇനിയിപ്പോ എങ്ങനെയാണ് എന്നൊക്കെയുള്ള രീതിയിൽ. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് കല്യാണം കഴിക്കാൻ സ്വർണം നിർബന്ധമാണോ? ഉം, ആണോ? ഒരിക്കലുമല്ല. പക്ഷേ ഈ ആ ഒരവസ്ഥയിൽ പോലും നമുക്ക് അതാണ് ഏറ്റവും നിർബന്ധമുള്ള ഒരു വസ്തു എന്നുള്ളത് ഞാനും നിങ്ങളും നമ്മളടങ്ങുന്ന സമൂഹവും തെറ്റിദ്ധരിച്ചു പോയി എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് ആ ഒരു തെറ്റിദ്ധാരണയാണ് നമുക്ക് നമ്മളുടെ ആരോഗ്യത്തിലും ഉള്ളത്. നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് നമ്മുടെ ലൈഫ് സക്സസ് ആവണമെങ്കിൽ, നമ്മുടെ ലൈഫ് കളർഫുൾ ആവണമെങ്കിൽ നമുക്ക് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടായാൽ മതി എന്നുള്ളത്. ഒരിക്കലുമല്ല. ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാഗം മാത്രമാണ്. അതിന് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 25% മാത്രമേ സ്ഥാനമുള്ളൂ. ബാക്കി 75%ഉം ബാക്കിയുള്ള വിഷയങ്ങൾക്കാണ്. നമ്മൾ പണമാണ് നമ്മുടെ ലൈഫ് കളർഫുൾ ആക്കുന്നതെങ്കിൽ അതിന് വെറും ശതമാനം മാത്രം സ്ഥാനം എന്തുകൊണ്ട് നൽകി എന്നുള്ളതും കൂടി നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത്. എന്നാൽ ആരോഗ്യം മാത്രം ഉണ്ടായിട്ട് പോകാൻ മതിയോ? പോരാ. പക്ഷെ അതിൽ
തോത് കൂടിയ അളവ് കൂടിയ ആ സംഭവം എന്ന് പറയുന്നത് ആരോഗ്യമാണ്. നമുക്ക് സമ്പത്തില്ല എന്ന് വിചാരിക്കാം, നല്ല ആരോഗ്യമുണ്ട്. നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്തേലും പണിയെടുത്ത് നമുക്ക് ജീവിച്ചൂടെ, ഇല്ലേ? പക്ഷെ ഒരുപാട് മുതലുകളുണ്ട്, ഒരുപാട് സമ്പത്തുകളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വലിയ വീടും വലിയ കാറും എല്ലാ ഫെസിലിറ്റികളും ഉണ്ട്. പക്ഷെ ആൾക്ക് ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ പറ്റാത്ത ഇതൊക്കെ ഉണ്ടായിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. ഇതൊന്നും ഉണ്ടായിട്ട് യാതൊരു കാര്യമില്ല. ചിലപ്പോഴെങ്കിലും നമ്മൾ അനുഭവിക്കുന്ന നമ്മള് നമ്മുടെ വീടുകളില് ഭിക്ഷ യാചിക്കാൻ വേണ്ടി വരുന്നവരുണ്ടാവാം. ഈ ഭിക്ഷ യാചിച്ചു വരുന്നവരുടെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് വലിയ വലിയ വീടും വലിയ കാറും സൗകര്യങ്ങളൊക്കെ കാണുമ്പോൾ അവര് ഭയങ്കര റിച്ചാണ് എന്നാണ് ഇവരുടെ ഒരു കാഴ്ചപ്പാട്. എന്നാൽ ഇവരുടെ ഈ കാഴ്ചപ്പാട് തികച്ചും തെറ്റാണ്. അങ്ങനെ ഏതേലും ഒരു ഭിക്ഷാടനത്തിന് വന്ന, ഒരു സഹായത്തിന് വന്ന ഒരു വ്യക്തി വലിയ വീടും വലിയ വണ്ടിയൊക്കെ കണ്ട് ആ വീട്ടിലേക്ക് വന്നപ്പോ ജസ്റ്റ് വൺ ആ വീട്ടിലുള്ള വ്യക്തി ഒരു 10 രൂപയോ അല്ലെങ്കിൽ ഒരു 5 രൂപയോ ഈ വന്ന വ്യക്തിയുടെ കയ്യിൽ അങ്ങോട്ട് കൊടുത്താൽ അതിനെ വലിച്ചെറിഞ്ഞു പോകുന്നത് നമ്മൾ കാണാറുണ്ട്, നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കൊടുക്കുന്ന ചിലപ്പോൾ തുച്ഛമായ സംഖ്യയെ വലിച്ചെറിഞ്ഞു പോകുന്നവരെ നമ്മൾ അനുഭവത്തിൽ കാണാറുണ്ട്. അതിനപ്പുറത്തേക്ക് അവർ എന്ത് ചെയ്യും? ഒരു മനസ്സിലൊരു പ്രാകലും പ്രാകും അല്ലെ? എന്താണ്, ഇത്രയും വലിയ വീടും കാറൊക്കെ ഉണ്ടായിട്ടും വീട്ടിൽ വരുന്ന വ്യക്തികൾക്ക് കൊടുക്കുന്നത് എന്താണ് എന്ന് നോക്കൂ. എന്താണ് കൊടുക്കുന്നുള്ളത് എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു ശകാരവും കൂടി അവരുടെ വക ഒരു ഗിഫ്റ്റ് ആയിട്ട് വരും അല്ലെ? പക്ഷേ ആ വീടിനകത്തുള്ള ആ ഗൃഹനാഥൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി, അവർ ആ വീട് നിർമ്മിക്കലോടുകൂടി, വീട് നിർമ്മിച്ച് വീടിന്റെ ഒരു ഹൗസ് വാമിങ് കർത്തവ്യം കഴിയലോട് കൂടിയിട്ട് ആൾക്ക് എന്തോ ഒരു അസുഖം വരികയും ആള് പിന്നീട് മൊത്തത്തിൽ അങ്ങോട്ട് കിടപ്പിലാവുകയും ഈ വീടിന്റെ പോലും ലോൺ എടുത്തിട്ടോ വേറെ ആരെങ്കിലും കടം വാങ്ങിയിട്ടോ വേറെ എന്തെങ്കിലും ചെയ്തിട്ടോ എങ്ങനെയെങ്കിലും ആയിരിക്കാം ചിലപ്പോൾ അവർ വീട് പണി എടുത്തിട്ടുണ്ടാവുക. ലോണ് ഹറാമോ അല്ലല്ലോ എന്ന വിഷയത്തിലേക്കല്ല കേട്ടോ ഞാനിവിടെ സംസാരിക്കുന്നത്, കോമൺ ആയിട്ടാണ്. ഇനി ഇത് കേട്ടിട്ട് ലോൺ എടുക്കാന്ന് ആരും ആഗ്രഹിച്ച് നിൽക്കണ്ട. അപ്പൊ അവിടെ ആ ഒരു അവസ്ഥയിൽ എത്തിയിരിക്കുന്ന ആ ഒരു വ്യക്തിക്ക് പിന്നീട് തിരിച്ച് ആ ഒരു ലോൺ പോലും അടക്കാൻ പറ്റാത്ത, മക്കളുടെ വിദ്യാഭ്യാസം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി പറ്റാത്ത, വീട്ടിൽ ചിലപ്പോൾ മര്യാദയിൽ ഒരു ഫുഡ് പോലും കഴിക്കാത്ത ദിവസങ്ങളായിട്ടുണ്ടാവാം. പക്ഷെ ഇത്രയും വലിയ വീടും വലിയ കാറുമുള്ള, സമൂഹത്തിന്റെ മുമ്പിൽ തല ഉയർത്തി നടക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ അവരുടെ ഫാമിലിയുടെ ആ ഒരു പിന്നെ പോരായ്മകള് പുറത്ത് അറിയരുത് എന്നുള്ള ഒരു കാര്യവും കൂടി മനസ്സിലുള്ള ഉണ്ടായതുകൊണ്ട് തന്നെ ആരും അവരെന്ത് ചെയ്യില്ല, അവരുടെ പ്രയാസങ്ങളോ അവരുടെ വിഷമങ്ങളോ അവരുടെ സങ്കടങ്ങളോ അവര് പുറത്ത് ഷെയർ ചെയ്യില്ല. അതേസമയം നമ്മുടെ വീട്ടിലേക്ക് ഭിക്ഷ യാചിച്ചു കൊണ്ട് വന്ന വ്യക്തികൾക്ക് അവർക്ക് എന്തും ഷെയർ ചെയ്യാനും എന്തും പുറത്ത് പറയാനും ആരുടെ മുന്നിൽ പോയി കൈനീട്ടാനും എന്തിനും അവർക്ക് മടിയില്ല. കാരണം അവർ കുഞ്ഞുനാളിലെ ശീലിച്ചു വന്നത് ഈ ഒരു തൊഴിലാണ്. അപ്പോൾ ഈ ഒരു തൊഴിൽ ശീലമാക്കിയ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതിലേക്ക് എന്തില്ല, അവർക്കൊരു ഉളുപ്പോ പിന്നെ ജലസിയോ സോറി ഷെയ്മോ ഒന്നും വരുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ അവർക്ക് ആകെ വരുന്നുള്ളത് ഈ വലിയ വീടുകാരെ കാണുന്ന സമയത്ത് ഒരു ജലസി, ഒരു അസൂയ വരുന്നുണ്ട് അല്ലെ? പക്ഷെ ഈ അസൂയ ഈ വ്യക്തിയോട് വെക്കുന്ന സമയത്ത് ഈ വ്യക്തിയെ കുറിച്ചിട്ടോ ഈ വ്യക്തി വീട്ടുകാരെ കുറിച്ചിട്ടോ ഈ വ്യക്തിയുടെ വീടിന്റെ ആന്തരിക അവസ്ഥകളെ കുറിച്ചിട്ടോ ഒന്നും ആരും മനസ്സിലാക്കുന്നില്ല. ഈ പുറത്തു നിന്ന് വന്ന ഈ വ്യക്തി മനസ്സിലാക്കുന്നില്ല. അങ്ങനെ മനസ്സിലാക്കാത്തടത്താണ് കൂടുതലും ഇത്തരം സംഭവങ്ങളൊക്കെ, അത് ഏത് മേഖലയിലാണെങ്കിലും പരസ്പരം മനസ്സിലാക്കാതിരിക്കുമ്പോഴാണ് അവിടെ എന്താവണതുള്ളത്, അവിടെ ലൈഫിലാണെങ്കിലും ഒരു ക്ലാഷ് സംഭവിക്കുന്നുള്ളത്. പക്ഷെ ഇപ്പൊ ഇവിടെ ഈ വന്ന വ്യക്തി ഒരു പിന്നെ ഒരു സഹായ അഭ്യർത്ഥനയ്ക്ക് വന്ന ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാഴ്ചപ്പാടിൽ എന്താണ്, ഇത്രയും വലിയ വീടും കാറും ഒക്കെ ഉണ്ടായിട്ടും ഇവർ ഈ ഒരു തുച്ഛമായ ക്യാഷാണ് തന്നിരിക്കുന്നത് എന്നുള്ള രീതിയിൽ ആ കിട്ടിയതിനെയും കൂടി അങ്ങോട്ട് വലിച്ചെറിഞ്ഞു കൊടുക്കുകയാണ് സത്യത്തിൽ. പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും വലിയ ലക്കി എന്ന് പറയുന്നത് ഈ വന്ന വ്യക്തിയാണ്. കാരണം ഇവർക്ക് ആരോഗ്യത്തോട് കൂടിയിട്ട് നടന്നു വരാൻ വേണ്ടി പറ്റുന്നുണ്ട്. പക്ഷെ വീടിനകത്ത് കിടക്കുന്ന ആ ഒരു ഗൃഹനാഥൻ എന്ന് പറയുന്നത് എത്രയോ വർഷങ്ങളായി കിടപ്പിലാണ്. ആ വീടിന്റെ ഒരു മുൻവശത്ത് പോലും അയാൾക്ക് കാണാനോ പുറത്തു വരാനോ സാധിക്കുന്നില്ല. ആ വീടിന്റെ മനോഹരമായ ഗാർഡൻ സെറ്റ് ചെയ്തത് അയാൾക്ക് കാണാൻ പറ്റുന്നില്ല. ആ വീടിന്റെ മനോഹരമായ
ഭംഗി അവർക്ക് കാണാൻ വേണ്ടി പറ്റുന്നില്ല. അങ്ങനെ ഏത് മേഖലയിലാണോ അവർക്ക് കാണാൻ ആഗ്രഹിക്കുന്നത്, ഇതൊന്നും അവർക്ക് കാണാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് മാത്രമല്ല, നമ്മളെല്ലാം ഡൈനിങ് ടേബിളിൽ വിശിഷ്ടമായ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ അവർക്ക് അവരുടെ ഡൈനിങ് ടേബിളിൽ വെച്ചിട്ട് അവർക്ക് കഴിക്കാനുള്ളത് ഒരുപാട് ടാബ്ലറ്റ്സുകളായിരിക്കാം, ഒരുപാട് ബ്ലോക്കുകളായിരിക്കാം ഓരോ ഫുഡ് കഴിക്കുന്ന സമയത്ത്. അപ്പോൾ ഇങ്ങനെ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. എന്നാൽ ഞാനും നിങ്ങളും അവരെ കുറിച്ചിട്ട് അറിയുന്നില്ല, അവരെ കുറിച്ചിട്ട് മനസ്സിലാക്കുന്നില്ല. നമ്മളെല്ലാവരും മനസ്സിലാക്കിയത് ഏറ്റവും കൂടുതൽ പണമുള്ളവർക്കാണ് പ്രാധാന്യം എന്നുള്ളതാണ്. എന്നാൽ നമ്മൾ നേരത്തെ നമ്മുടെ വീട്ടിലേക്ക് വന്ന, നമ്മൾ ചർച്ച ചെയ്ത ആ ഒരു ഭിക്ഷാടത്തിന് വന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല ആരോഗ്യമുണ്ട്, അല്ലെ? നല്ല ആരോഗ്യമുള്ളത് കൊണ്ടല്ലേ അവർ നടന്നിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്. നല്ല കാഴ്ചശക്തി ഉണ്ട്. ആ കാഴ്ചശക്തി ഉള്ളത് കൊണ്ടല്ലേ അവർ മറ്റുള്ളവന്റെ വീടിന്റെ പുറത്തുള്ള ഭംഗി കണ്ടത്. അങ്ങനെ ഓരോന്നും ഓരോന്നും ആ വ്യക്തിക്ക് ആസ്വദിക്കാനും അനുഭവിക്കാനും പറ്റുന്നുണ്ടെങ്കിൽ, പക്ഷേ അവരെന്താ ചെയ്യാനുള്ളത്? തികച്ചും സ്വയം കുറ്റപ്പെടുത്തലും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തലും, ആരെങ്കിലും എന്തെങ്കിലും 10 രൂപ കൂടുതൽ കൊടുത്താൽ അവരെ കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യലും, ആ ഒരു രീതിയിലായിരിക്കും അവരുടെ മെന്റാലിറ്റി മാറിക്കൊണ്ടിരിക്കുക എന്നുള്ളത്. അപ്പോൾ തികച്ചും നമുക്ക് പിന്നെ പ്രധാനപ്പെട്ട, വളരെ വേണ്ടപ്പെട്ട, വളരെ അത്യാവശ്യമായ ഒരു സംഭവം എന്നുള്ളത് ആരോഗ്യമാണ്. ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും ദിവസവും എന്ത് ചെയ്യുക? നമ്മുടെ ഇലാഹിനോട് ചോദിച്ചു കൊണ്ടേ ഇരിക്കുക. നമുക്കറിയാൻ വേണ്ടി പറ്റും, ഒരു ദിവസം രാവിലെ നമുക്ക് എഴുന്നേൽക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല എങ്കിലായിരിക്കാം നമുക്ക് എല്ലാ ദിവസവും എഴുന്നേൽക്കുന്നതിനെ കുറിച്ചിട്ടുള്ള പ്രാധാന്യത്തെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ആരോഗ്യത്തെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ആരോഗ്യത്തെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണോ നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ നമുക്ക് മുന്നിലോട്ട് പോവാം. ഇൻഷാ അല്ലാഹ് നമ്മളുടെ ആരോഗ്യം ഏറ്റവും പ്യൂറായി ബെനിഫിറ്റാക്കി കൊണ്ടുവരാനുള്ള ഒരു ടൂളാണ് ഫോർഗീവ് എന്ന് പറയുന്ന ടൂൾസ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഫോർഗീവിന്റെ ക്ലാസ് അധികം വൈകാതെ റമദാൻ വരുന്നതോടുകൂടി നമുക്ക് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആരെങ്കിലും അതിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നും ഞാൻ അഡീഷണൽ ആയിട്ട് പറയുന്നു. കാരണം അതൊരിക്കലും എന്തായിരിക്കില്ല, ഫ്രീ ആയിരിക്കില്ല. അപ്പോൾ പെയ്ഡ് ക്ലാസ് ആയിരിക്കും ഇൻഷാ അല്ലാഹ് ഉണ്ടാവുക, ഫോർഗീവിന്റെ ഒരു സെഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആരോഗ്യത്തെ ഒരു സൈഡായിട്ട് ജസ്റ്റ് പറഞ്ഞതാണ്. നമ്മുടെ ആരോഗ്യത്തെ നമുക്ക് കീപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, നമ്മുടെ ഹാപ്പിനെസ്സിനെ നമുക്ക് കീപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, നമ്മുടെ സന്തോഷത്തെ നമുക്ക് നിലനിർത്തണം എന്നുണ്ടെങ്കിൽ, നമ്മൾ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യേണ്ട ഒരു മേഖല എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യത്തിലേക്കാണ്. അല്ലാതെ നമുക്ക് ഉണ്ടാവുന്ന സാമ്പത്തികത്തിലോ നമുക്ക് നഷ്ടപ്പെടുന്ന സാമ്പത്തികത്തിലോ അല്ല നമ്മൾ നമ്മളെ കാണേണ്ടത് എന്നുള്ളത് ഒരിക്കൽ കൂടി ഓർപ്പിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിച്ചോളൂ. ഓക്കെ, ഇൻഷാ അല്ലാഹ് ഒന്നും ചോദിക്കാനില്ല എങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. വേറെ ഒന്നും ഡൗട്ടൊന്നും ഇല്ലല്ലോ? അപ്പൊ ഓക്കെ അല്ലേ, നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? അപ്പൊ ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. وعليكم السلام ورحمة الله وبركاته.